ഹലോ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഓക്കെ, ഞാനിന്നൊരു സിനിമ റിവ്യൂ പറയാൻ വേണ്ടി വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, യുദ്ധഭൂമിയിൽ ആരായി പുതിയ പടൻ ഇനിയും റിവ്യൂ പറയാൻ ആൾക്കാർ വന്നു. എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ എനിക്ക് റിവ്യൂയെക്കുറിച്ചിട്ട് ഒരു തേങ്ങ അറിയില്ല, സിനിമയെക്കുറിച്ചിട്ടും പറയാൻ അറിയില്ല. സിനിമ കാണും എന്നല്ലാതെ അതിലപ്പുറം അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളോ അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാൻ അറിയാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ കണ്ട ഒരു നല്ല സിനിമയെക്കുറിച്ചിട്ട് നിങ്ങളോട് പറയണം തോന്നി. അപ്പോൾ അതിനു വേണ്ടി മാത്രം വന്നാണ്. സിനിമയുടെ പേര് TTT, തലൈവർ തമ്പി തലൈമയിൽ. ഇതാണ് സിനിമയുടെ പേര്. സിനിമ തമിഴാണ്, നടൻ ജീവയാണ്. മനസ്സിലായോ? ഇതാണ് സിനിമ. അതിലെ സംവിധാനം ആരാണെന്ന് ചോദിച്ചാൽ നിതീഷ് സഹദേവാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഇവനെന്തോ താഴെ ഉണ്ടെന്നുള്ള. സത്യം പറഞ്ഞിട്ടുണ്ട്, ഒരു നോട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളോട് എഴുതിയിട്ടുണ്ട്. ചില പേരുകൾ എനിക്ക് കിട്ടില്ല പെട്ടെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ സിനിമയുടെ സംവിധായകൻ്റെ പേര് പറഞ്ഞു നിതീഷ് സഹദേവ്. അദ്ദേഹത്തിൻ്റെ ഒരു മൂവി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, മലയാളീസ് പൊതുവെ. പറയട്ടെ, അറിയാത്തവരുണ്ടെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ സോറി അഗെയിൻ. ഫാലിമി, ബേസിൽ ജോസഫും ജഗദീഷൊക്കെ അഭിനയിച്ച് തകർത്ത സന്ദീപ് ഉണ്ട് കേട്ടോ. സന്ദീപിന് നല്ലൊരു ബ്രേക്ക് കൊടുത്ത പടം കൂടെയാണ്. അതേ ഫാലിമിയുടെ ഡയറക്ടറുടെ രണ്ടാമത്തെ മൂവിയാണ് ഈ TTT. സോ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടം വന്നിട്ടുള്ളത് തമിഴിലാണ്. അതിൻ്റെ ഇന്നലെ അതിൻ്റെ പ്രിവ്യൂ നടന്നത്. ഇന്നാണ് സിനിമ റിലീസാവുന്നത്. ഇന്നലെ അതിൻ്റെ പ്രിവ്യൂ ദുബായിൽ നടന്നിരുന്നു. അതിന് ഞാൻ പോയിരുന്നു. അപ്പോൾ കണ്ട ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ളത് സാൻജോ ജോസഫും നിതീഷ് സഹദേവും അനുരാജ് ജോബിയും കൂടെ ചേർന്നിട്ടാണ്. അനുരാജ് സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ രസകരമായിട്ടുള്ള, നമ്മൾ ശ്രദ്ധ പിടിക്കുന്ന ഒരു വേഷം തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. സോ ഈ സിനിമയിലെ അഭിനേതാക്കൾ എന്ന് പറയുന്നത് ജീവയുണ്ട്, തമ്പിരാമയുണ്ട്, ഇളവരസ് ഉണ്ട്. ഇവരൊക്കെ തമിഴിലെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. നല്ല കിടിലൻ അഭിനേതാക്കളാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ പ്രാർത്ഥനാനാഥൻ എന്ന് പറയുന്ന നടിയാണ്, പാർക്കിങ്ങിലൊക്കെയുള്ള നല്ല മനോഹരമായിട്ട് അഭിനയിക്കുന്ന നടിയാണ്. അവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഈ 4 പേരുടെയും പെർഫോമൻസ് സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. ഇവർ 4 പേരല്ല, ആ സിനിമയിൽ ഓരോ സീനിലും വന്നിരിക്കുന്ന ആളുകളുണ്ട്. ഒരു സീനിൽ വെറുതെ കരയാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. അവരുടെ പോലും ആ എക്സ്പ്രഷൻസ് ഉണ്ട് ചില സമയത്ത്, നോട്ടബിളാണ്. കിട്ടിലും പെർഫോമൻസാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു നാട്ടുംപുറത്ത്, കേരളമൊക്കെ ആയിട്ട് ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമീണ ഭംഗിയൊക്കെയുള്ള ഒരു കൊച്ചു നാട്ടുംപുറത്ത് നടക്കുന്ന കഥയാണ്. തുടക്കം കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രിഞ്ചടിക്കും, ഇവൻ ഇതിനേക്കാണോ എന്നെ പറഞ്ഞു കൊണ്ടുവന്നതെന്നുള്ളത്. ഒരു തമിഴ് പിന്നെ ഇതുപോലെയൊക്കെ ഒരു സിനിമയൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഒരു ടിപ്പിക്കൽ തമിഴ് പോലെ ഒരു പിന്നെ രക്ഷാപ്രവർത്തക വീട് കത്തിക്കാൻ വേണ്ടി പോകുന്നതും ഇങ്ങനെ കാണുമ്പോൾ തലവേദനയായല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു കല്യാണ വീട്ടിലേക്ക് നിങ്ങളങ്ങ് പോകും. അവിടെ മുതൽ കഥയങ്ങ് മാറാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ടക്ക് 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 കിടിലൻ സാധനമാണ്. ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ്. എന്നെ പേഴ്സണലായിട്ട്, എനിക്ക് മാത്രമല്ല അവിടെ വന്ന എല്ലാവർക്കും ഒരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇതിൽ പിന്നെ ജീവ വരുന്നത് അദ്ദേഹം ഒരു ലോക്കൽ പൊളിറ്റീഷ്യനായിട്ടാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് രാഷ്ട്രീയക്കാരെ നമ്മുടെ നാട്ടിലല്ലേ. സാധാരണ തമിഴ് രാഷ്ട്രീയക്കാരെപ്പോഴും നമ്മൾ കാണുന്നൊരു ഗുണ്ടയ സെറ്റപ്പിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പിന്നെ ഒരു ലോക സമാധാനത്തിന് വേണ്ടി നടക്കുന്ന ആളുകളൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ചില സിനിമകളെ കണ്ടിട്ട് നമുക്ക് തമിഴ് രാഷ്ട്രീയക്കാരെ കുറിച്ച് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അഴിമതിക്കാരായിരിക്കും. പക്ഷേ ഇത് കൃത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവുണ്ടല്ലോ, CPM-ൻ്റെ DYFIൻ്റെ നേതാവ്, അല്ലെങ്കിൽ BJP-യുടെ യുവമോർച്ചയുടെ നേതാവില്ലേ, അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ നേതാവില്ലേ, ആ ഒരു നാട്ടിൻപുറത്തുള്ള നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ, ഒരു മരണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു വഴിയിൽ 2 പേര് നിൽക്കുന്നത് കാണുമ്പോൾ ഒരാളെ കയറ്റിക്കൊണ്ടുപോകുന്ന ആ ഒരു നേതാവില്ലേ, യെസ്, അതാണ് ജീവ. സിനിമയുടെ ഇത് മനസ്സിലായല്ലോ. ഇനി ഭൂപ്രദേശം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട പച്ചപ്പും ഹരിതാഭയൊക്കെയുള്ള, എന്നാൽ വെള്ളത്തിന് കുറച്ച് ക്ഷാമമൊക്കെയുള്ള ഒരു പ്രദേശം. കാരണം വെള്ളത്തിന് ക്ഷാമം എന്ന് പറയുന്ന ഒരു വലിയ ടാങ്ക് അവിടെ ഉണ്ട്, അത് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ആ വെള്ളം അങ്ങോട്ട് കൊടുക്ക് എന്നൊക്കെ പറയുന്നൊരു സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഞ്ഞു ഗ്രാമം, പക്ഷെ അവിടെ നല്ല കൃഷിയുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമം. പ്രകൃതി ഭംഗി രക്ഷയില്ല. അതിൽ പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത്. സോ അതിൽ പിന്നെന്താ പറയുക, അവിടേക്ക് ഒരു കല്യാണം നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കല്യാണം നടക്കുകയാണ്. ഒരു നാട്ടിൻപുറത്ത് ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണ്. നാട്ടിൻപുറത്താകുമ്പോൾ നമുക്കറിയാം, ഇവിടെ നടക്കുമ്പോൾ അപ്പോഴേക്ക് ഈ സാധനങ്ങൾ സ്ഥിരമല്ലേ. ഒരു പ്രശ്നം, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്കും അത് പറഞ്ഞ് വലിയ സംഭവമാക്കുന്നത് പൊതുവെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കാരണം അവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു അത്യാഹിതം സംഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ 2 വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല. സോ ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നത്, മറ്റേ വീട്ടുകാർ തൊട്ടപ്പുറത്ത്, അതായത് ഒരു വേലിക്കപ്പുറം എന്ന് നമുക്ക് പറയാൻ പറ്റും, വേലി തന്നെയാണ്,
ശത്രുതയല്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ദിവസം ആ കല്യാണ ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? അതാണ് സിനിമ. പിന്നെയാണ് സിനിമയുടെ കഥ മാറുന്നത്. സോ അതിൽ ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരും ഗംഭീരമായിട്ട് അഭിനയിച്ച് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന സിനിമയാണ്. ഇപ്പം മലയാളികൾക്കൊക്കെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു തിരുനെൽവേലി സ്ലാങ്ങിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രമായിട്ട് ഭയങ്കരമായിട്ട് സാമ്യമുള്ള ഒരു തമിഴൊക്കെ അതിൽ പറയുന്നുണ്ട്. എനിക്കത് അറിയില്ല കേട്ടോ ഏതാ ഭാഗം എന്നുള്ളത്. ഇവർ നിൽക്കുന്നത്, മെയിൻ കഥാപാത്രങ്ങൾ നിൽക്കുന്നത് ഈ കമ്പം തേനി ഭാഗത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, പച്ചപ്പും ഹരിതാപയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റത് എനിക്ക് തോന്നുന്നു കുറച്ച് തെക്ക് ഭാഗത്തുനിന്നങ്ങാണ്ട് വരുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവർ കുറേ ദൂരത്തു നിന്ന് വരികയാണ് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട്, ചെക്കൻ്റെ വീട്ടുകാർ. അപ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന പിന്നെ ഈ ലാംഗ്വേജ് പരമായിട്ട് ഭയങ്കര രസമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തരാ NSLയുടെ ഇവിടെ ഒരു ഒന്നാമത് എനിക്ക് തമിഴ് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരു പാട്ടിൻ്റെ ഒരു ശൈലി എപ്പോഴും അതിലുണ്ട്. സോ അതിൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് സംസാരിച്ച് എങ്ങനെ ഉണ്ടാവും, അതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഡയലക്റ്റും കാര്യങ്ങളൊക്കെ. സോ പിന്നെ സിനിമയ്ക്ക് വരികയാണെങ്കിൽ, സിനിമ പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഇതിനിടയിലൂടെ ഇങ്ങനെ പോവുകയാണ്. രണ്ട് അയൽവീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ പിന്നെയും ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു അത്യാഹിതം അവിടെ സംഭവിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് വീട്ടുകാർ തമ്മിൽ പിന്നെ പ്രശ്നങ്ങളാണ്. ഈ വീട്ടുകാർ പ്രശ്നമാകുമ്പോൾ നാട്ടുകാർ തമ്മിൽ രണ്ടായി മാറാണ്. പിന്നെ ആ രണ്ട് വീട്ടുകാരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരായിട്ടുള്ള ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനിടയ്ക്ക് രാഷ്ട്രീയക്കാർ, അതായത് ഈ മറ്റു പ്രശ്നങ്ങളല്ല, ഈ ജീവയുടെ ക്യാരക്ടർ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രതിപക്ഷത്തുള്ളൊരു പുള്ളി ഒരു വലിയ പ്രശ്നങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും അല്ല, ചെറിയ പ്രശ്നങ്ങളാണ്. ആ പുള്ളിക്ക് ഇത് നന്നാക്കേണ്ട, അല്ലെങ്കിൽ ജീവിയുടെ ക്യാരക്ടർ ഇത് നന്നാക്കിയിട്ട് അവിടെ പുള്ളി വലിയ സംഭവം ആവണ്ട എന്നുള്ളതാണ്. കാരണം ഇലക്ഷൻ വരുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കണം. സോ ഇവർ തമ്മിലുള്ള സംഭവങ്ങളും സംഘടനകളും അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു അത് വലിയ സംഭവമായിട്ടൊന്നുമല്ല കേട്ടോ. അതായത് പിന്നെ പറയുന്നത് ആ തട്ടുപൊളിപ്പൻ രാഷ്ട്രീയ കഥയൊന്നുമല്ല. ഇവർ തമ്മിൽ പിന്നെ പ്രശ്നം ഉണ്ടാകുന്നു, ഫൈറ്റ് ഉണ്ടാകുന്നു, അതൊന്നുമല്ല. ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു പോകുന്നുണ്ട്. പിന്നെ കുറേ തെറ്റിദ്ധാരണകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പൊളിപ്പന പടമായിട്ട് ഇങ്ങനെ പോവാണ്. ഇടയ്ക്ക് ചില പ്രിയദർശൻ സിനിമകളുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആ സിനിമ കടന്നു പോകുന്നത് പിന്നെ ഭയങ്കര രസമായിട്ട് കടന്നു പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൽ മ്യൂസിക് നല്ല രസമുള്ള മ്യൂസിക്കാണ്. പിന്നെ അതിൽ കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് ടെക്നിക്കലി പറയാൻ അറിയില്ല. കാരണം ക്യാമറയ്ക്ക് കുഴപ്പമില്ലാത്ത ക്യാമറയും വർക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഗ്രാഫിക്സ് അത്ര പോരാ. ഒരു ചെറിയ ബജറ്റ് സിനിമയാണ് കണ്ടിടത്തോളം മനസ്സിലായിട്ടുള്ളത്. പക്ഷേ പിന്നെ ഗ്രാഫിക്സ് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നല്ല മനോഹരമായിട്ട് ആ സിനിമ അവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയൊക്കെ നമ്മളിങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടല്ലോ സിനിമയ്ക്ക് എപ്പോഴും. അതിലിങ്ങനെ ഒരു സ്റ്റേബിളായി നിൽക്കുക എന്ന് തോന്നുന്ന സമയത്താണ് നമ്മുടെ സുർജിത്ത് ഗോപിനാഥും ടീമും കൂടെ അങ്ങോട്ട് വരുന്നത്, ഒരു 3 പേര്. സുർജിത്ത് ഗോപിനാഥ് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ചാർലിയിലൊക്കെ ഉള്ള മുടിയൊക്കെ ഇട്ടുള്ള ഒരു അപ്പൂപ്പനുണ്ടല്ലോ, ആ പുള്ളി അദ്ദേഹം ഒരു 3 പേരും കൂടെ അങ്ങോട്ട് സ്ക്രീനിലേക്ക് വരുന്നു. അവരൊരു റിട്ടയർഡ് ഗുണ്ടകളാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പിന്നെ സിനിമ നേരെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത്. അവർ വന്നതിന് ശേഷമുള്ള കുറച്ച് സീനുകളിലൂടെയാണ് സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. സോ അതങ്ങനെ എത്തി സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുന്നു. അതോടുകൂടെ സിനിമ പറയാതെ പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിർത്തികൾ, മനുഷ്യൻ തമ്മിലുള്ള സംഘർഷങ്ങൾ, ഇതൊക്കെ കേവലം പ്രകൃതി വിചാരിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട്, ജസ്റ്റ് 1 സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളത് ആ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സാരോപദേശ കഥ പോലെ, അതല്ല, ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു കിടിലൻ മൂവിയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വിചാരിക്കുന്നുണ്ട് ഒരു ട്രാജിക് എൻജിനിലേക്കൊക്കെ എത്തുമെന്ന് വിചാരിക്കും. പക്ഷേ ഒന്നുമല്ല, ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ലൊരു സിനിമയായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ തീർത്തിട്ടുള്ള അതിർത്തികളും മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മനുഷ്യൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ സോൾവ് ആക്കാൻ കഴിയും. അത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു പക്ഷേ അതിന് വേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് സിനിമ പറയാതെ പറഞ്ഞു പോകുന്നത്. എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിവ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയി കണ്ടത്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ കാണാനുള്ള സാധ്യതയില്ല. ഞാൻ കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾ കാണണം എന്നുള്ളത്. പറഞ്ഞു, കണ്ണൻ രവി ഗ്രൂപ്പിൻ്റെ കണ്ണൻ രവിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ദുബായിൽ ഇതിൻ്റെ പ്രീമിയർ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ പടം ഇന്നാണ് നാട്ടിലൊക്കെ റിലീസാവുന്നത്. അപ്പോൾ ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ 8:00-ക്കാണ് രാത്രി 8:00-ക്ക് ദുബായിലാണ് ഇതിൻ്റെ ഷോ ആരംഭിച്ചത്. അപ്പം ഞാൻ താമസിക്കുന്ന അജ്മാനിലാണ്, എൻ്റെ കയ്യിൽ വണ്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നേരം കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബസ്സിന്
ബസ്സിൻ്റെ സമയം ലാസ്റ്റ് 10:30 11 മണിക്ക് കണ്ട് ലാസ്റ്റ് ബസ്. അപ്പോൾ അതിൽ കയറി വരാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ സിനിമ കണ്ടിട്ട് അത് എണീറ്റ് പോരാൻ തോന്നില്ല. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേര് ആ സിനിമ കണ്ടിട്ട് പകുതിക്ക് എണീക്കണമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന ആളുകളുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ കൂടെയുള്ള മിക്ക ആളുകളും 90% ആളുകളും എണീറ്റ് പോകുന്നത്. അത്യാവശ്യം തിരക്കുള്ള ആളുകൾ, കുറച്ച് ആളുകൾ നേരത്തെ പോന്നിട്ടുണ്ട്. പക്ഷേ അല്ലാത്ത എല്ലാ ആളുകളും ആ സിനിമ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ഗംഭീര സിനിമയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണാൻ അടുത്ത് തിയേറ്റർ ഉണ്ടെങ്കിൽ, നാട്ടിൽ എനിക്ക് തോന്നുന്നു 100-ലധികം തിയേറ്ററുകളിൽ ഗോകുലം ഗോപാലിനാണ് റിലീസ് ചെയ്യുന്നത്, ഗോകുലം മൂവീസാണ് റിലീസ് ചെയ്യുന്നത്. സോ കാണാൻ ദുബായിൽ ഫാർസ് ഫിലിംസാണ് റിലീസ് ചെയ്യുന്നത്. സോ അത് നല്ല ഫിലിം ആയതുകൊണ്ടാണ് ഫാർസ് എടുക്കുന്നതും ഗോകുലം എടുക്കുന്നതൊക്കെ നമുക്കറിയാലോ, ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. സാധാരണ ഇപ്പം ദുബായിലൊക്കെ ഒരു ഫാർസ് എടുക്കുക എന്നുള്ളത് അത് അത്യാവശ്യം നല്ല മൂവിയാണെങ്കിൽ മാത്രമേ അവർ എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ നാട്ടിൽ ഗോകുലം എടുക്കുന്നത് അത്യാവശ്യം നല്ല മൂവീസാണ് നോക്കിയിട്ടാണ് അവർ എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, കാണാൻ അവസരമുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. കാരണം മെയ്ഴഴകൻ എന്നുള്ള പടത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ പടം തമിഴ്നാട്ടിൽ അത്രത്തോളം സക്സസ് ആയിട്ടില്ല, പക്ഷേ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക എനിക്കുണ്ട്. കാരണം ഇത് തമിഴ്നാട്ടിൽ എത്രത്തോളം സക്സസ് ആവുമെന്നുള്ള ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം അവിടെ സംബന്ധിച്ച് ഒരു ആക്ഷനോ വലിയൊരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള അവർ കണ്ടു കഴിഞ്ഞാൽ, ഇന്നലെ കണ്ട തമിഴ് പ്രേക്ഷകർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ കാണുന്ന സമയത്ത്. അവർക്കെല്ലാം ഇഷ്ടമായി, നമ്മളെക്കാളും കൂടുതൽ അവർക്കാണ് ഇഷ്ടമായത്. അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കും അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ളൊരു മൂവിയാണ്. ഞാൻ പറഞ്ഞു, ഇത് റിവ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിച്ച് ഞാൻ പറഞ്ഞ പോയതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. ഇനി പോകാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും അവസാനിച്ചു. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്തുണയ്ക്കുക. ഇനിയും ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റ.